60 ന്യൂ കമേഴ്സിനെ വെച്ചുകൊണ്ട് ഒരൊറ്റ സിനിമ വന്നു. സോറി എന്ന സിനിമ. ഞാനും ഈ പറഞ്ഞ ഒരു ന്യൂ കമർ ആണ്. അപ്പൊ നമുക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൺസേൺ ഉണ്ടാവില്ല. നമ്മുടെ ഓരോരുത്തർ അവരവരുടെ വർക്കുകൾ ഓക്കെ ആക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കും എല്ലാവർക്കും വരുന്നത്. സോ എനിക്ക് എന്റെ വർക്ക് ഓക്കെ ആക്കണം എന്നുള്ളതായിരുന്നു എന്റെ ചിന്ത. അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തവർക്ക് അതായിരുന്നു. 6 ദിവസം രാവിലെ ഒരു 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തീർക്കുന്നത് അടുത്ത ദിവസം 9 മണിയാവും. 10ഓളം അവാർഡ്സ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് അതെല്ലാം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ നിന്ന് കിട്ടിയ അവാർഡ്സ് ആണ്. ചില ആളുകൾ ചിലപ്പോൾ ഇപ്പൊ നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്നത് ക്വാളിറ്റി പോരാ, പക്ഷെ പടം നല്ലതാണ്. ആക്ച്വലി അതായിരുന്നു നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ബഡ്ജറ്റും ലിമിറ്റഡ് എക്യുപ്മെന്റ്സും വെച്ച് അതിന്റെ മാക്സിമം ഔട്ട്, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പടം ലിമിറ്റഡ് ബഡ്ജറ്റ് ആണെന്നുണ്ടും പ്രശാന്ത് അലക്സാണ്ടറിന് ഭയങ്കര കൺസേൺ ആണ്. അയാൾ 2 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കും. ശരീരഭാരത്തിന്റെ പേരിലും എന്റെ ശരീര വടിവിന്റെ പേരിലും ഒക്കെ നിറത്തിന്റെ പേരിലും ഓഫ് കോഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. എന്റെ കവിളിലൊക്കെ ആള് പിടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ശരിക്കും സങ്കടം തന്നെ ആയിട്ടുണ്ട്. അവർ സോറി പറയണമെന്നുള്ള ഒന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പക്വത മാറുന്നതനുസരിച്ചും തെറ്റാണെന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലായി അവരെന്നോട് ചെയ്തത് തെറ്റല്ലേ, അവർക്കൊരു സോറി പറയാമായിരുന്നല്ലോ എന്നുള്ളൊരു സംഭവം മനസ്സിലായി. പക്ഷെ ഒരു പരിധി വരെ എന്റെ അത്തരം ഇൻസെക്യൂരിറ്റീസിനൊക്കെ സിനിമ മാറ്റി എന്നുള്ളതാണ്. ഞാനൊരു ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് എന്റെ ഈ ബട്ടൺസ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ വയറിങ്ങനെ കണ്ടു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് ഞാൻ ഇങ്ങനെ അടക്കി പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ സമയത്തൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു അതൊന്നും ഒരു വിഷയമേ ആവരുത്. ഒരു നടൻ അങ്ങനെ മറ്റുള്ളവർ പറയുന്നൊന്നും ഒരു വിഷയമേ ആവരുത്. അയാളെ കർമ്മം ചെയ്യുക, പോവുക. പെട്ടെന്ന് അവസരം കിട്ടുക എന്നുള്ളത് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ബാലികാറാമല തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരണമെങ്കിൽ നമ്മൾ ആക്ച്വലി കംഫോർട്ട് സോണിന്റെ പുറത്തേക്ക് ഇറങ്ങുക തന്നെ വേണം. ഇപ്പൊ നമ്മുടെ വീടാണ് കംഫോർട്ട് സോണെങ്കിൽ ആ വീട്ടിൽ നമുക്ക് സുഖവും സൗകര്യവും ഒക്കെ ഉണ്ടാകും. പക്ഷെ നമുക്ക് വളർച്ച ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. വീട് വിട്ട് ഇറങ്ങിയാലായിരിക്കും ചിലപ്പോൾ വളർച്ച ഉണ്ടാകുന്നത്. അത് ഭയങ്കര എളുപ്പമല്ല ഈ പറയുന്നത്ര പാടാണ്. ബട്ട് ഇറങ്ങിയാലായിരിക്കും പ്രോഗ്രസ് ഉണ്ടാകുന്നത്, നമ്മൾ നമ്മളായിട്ടിരിക്കാൻ പോകുന്നത്. ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. പറക്കാൻ ആക്ച്വലി ചിറകുകളുടെ ആവശ്യമില്ല, ഉള്ളിലൊരു ആകാശം ഉണ്ടായാൽ മതി. സിനിമയൊക്കെ പലരും പറയും അങ്ങ് നമുക്കൊന്നും എത്തിപ്പെടാൻ പറ്റാത്തൊരു ഏരിയ ആണെന്നൊക്കെ. എന്നാൽ 60 ന്യൂ കമേഴ്സിനെ വെച്ചുകൊണ്ട് ഒരൊറ്റ സിനിമ വന്നു. ഇപ്പോൾ രാജ്യാന്തര വേദികളിലും ഒരുപാട് സെലക്ഷൻസ്, ഒഫീഷ്യൽ സെലക്ഷൻസ് ഒക്കെ കിട്ടിയിരിക്കുകയാണ് സോറി എന്ന സിനിമയ്ക്ക്. അതിൻ്റെ വിശേഷങ്ങളുമായി എന്നോടൊപ്പം ഉള്ളത് ആരോമലും അക്ഷയുമാണ്. വെൽക്കം. കാരണം നമ്മളൊക്കെ പലപ്പോഴും പറയാറുണ്ട് സിനിമയൊക്കെ എനിക്ക് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലമാണോ, അല്ലെങ്കിൽ എല്ലാ സാഹചര്യങ്ങളും ഒത്തു വന്നാൽ മാത്രമേ സിനിമയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ എൻ്റെ പല ഫ്രണ്ട്സും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെയായിരുന്നു സോറി പോലൊരു സിനിമ 60 ന്യൂ കമേഴ്സിനെ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാമെന്ന് നിങ്ങളുടെ ആ ഒരു ധൈര്യം എങ്ങനെ വന്നത്? അതിന്റെ കോണ്ടന്റിനെ കുറിച്ച് ആലോചിച്ച് അവസാനം കോണ്ടന്റ് ഡെവലപ്പ് ആയതിനു ശേഷം ഇത് സംസാരിക്കേണ്ട വിഷയമാണ് എന്നുള്ള ബോധം നമ്മളിലേക്ക് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ധൈര്യമുണ്ട്. ആ ധൈര്യത്തിൽ നിന്നാണ് ബാക്കി എല്ലാ കാര്യങ്ങളും ജനറേറ്റഡ് ആകുന്നത്. ശരിയാണ്, നമ്മൾ ഭയങ്കര ലിമിറ്റഡ് ബഡ്ജറ്റ്, ലിമിറ്റഡ് റിസോഴ്സിൽ ചെയ്ത ഒരു വർക്കാണിത്. പക്ഷെ ആ ലിമിറ്റേഷൻസിന് അപ്പുറത്ത് ലിമിറ്റ്ലെസ് ആകാൻ നമുക്ക് പറ്റിയതിന്റെ കണ്ടന്റും ഈ കണ്ടന്റിന് ഇഷ്ടപ്പെട്ട് നമ്മുടെ കൂടെ നിന്ന് ബാക്കിയുള്ള ടോട്ടാലിറ്റിയിലുള്ള ഒരു 60 പേരുമാണ്. സോ അവരെല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെയാണ് നമുക്കിത് അച്ചീവ് ചെയ്യാൻ പറ്റിയത്. സോ അവരിൽ നിന്നും ഈ കണ്ടന്റിൽ നിന്നും ഒക്കെയാണ് നമുക്ക് ഈ ധൈര്യം ഡെവലപ്ഡ് ആയത്. ഒരുപാട് സിനിമകളിലേക്ക് വരുമ്പോൾ ചില സിനിമകളിലൊക്കെ സീനുകൾ കട്ടായി പോവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ചില സിനിമകളിലൊക്കെ നമ്മളെ കാസ്റ്റ് ചെയ്തതിന് ശേഷം ഷൂട്ട് തുടങ്ങുന്ന സമയത്തായിരിക്കും നീ ഈ സിനിമയിൽ വേണ്ട, അല്ലെങ്കിൽ വേറൊരാളെ സെലക്ട് ചെയ്ത് അങ്ങനെയൊക്കെ പറയുന്ന ഒരു സിസ്റ്റമാണ് നമ്മുടെ മൂവീസിലുള്ളത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സിനിമ കണ്ടപ്പോഴാണെങ്കിലും എനിക്ക് ഒരുപാട് ഭാഗത്ത് ഇങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റി. അപ്പം അങ്ങനെയുള്ള എന്തെങ്കിലും ഇൻസിഡൻസിൻ്റെ ബേസിലാണോ സോറി വരുന്നത്? റിയൽ ലൈഫിൽ ഈ പറഞ്ഞ ഈ 2 കാര്യങ്ങളും എൻ്റെ റിയൽ ലൈഫിൽ നടന്നതാണ്. ചില ഓഡിഷൻസിൽ അങ്ങനെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഓഡിഷൻ ചെയ്ത് നമ്മൾ നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നമ്മളെ വിളിച്ചിട്ടൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ആ വേഷം നിങ്ങൾക്ക് തന്നെ തരാം, ഒരു 25,000 രൂപ തരാമോ എന്ന് ചോദിക്കും. അപ്പം നമുക്ക് മാനസികമായി ഭയങ്കര ബുദ്ധിമുട്ടാവും. നമ്മുടെ കഴിവിന് ഒരു 25,000 രൂപ മാത്രമാണല്ലോ വിലയിട്ടത് എന്ന് നമ്മൾ ചിന്തിക്കും. അതുപോലെ തന്നെ എല്ലാം റെഡിയായി കാശ് ചോദിക്കാത്ത ആളുകൾ ഒരു ഷൂട്ടിന് തലേ ദിവസം വിളിച്ചിട്ട് പറയും ആ വേഷം പോയി കേട്ടോ, നീ ഞങ്ങൾ പറഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി എന്ന് പറയും. അപ്പം ഈ 2 കാര്യങ്ങളും ഒരു സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള എന്നും അറിയപ്പെടാത്ത ഒരു നടനാവാൻ, അല്ലെങ്കിൽ അറിയപ്പെടാത്ത ഒരു ആക്ടർ ആവാൻ ശ്രമിക്കുന്ന ഒരാൾക്ക് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രോബ്ലംസിൽ ഒന്നാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം. നമ്മളെ വിളിച്ചിട്ട് കാശ് ചോദിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളെ വിളിച്ചിട്ട് പറയും വേറെ വേഷം പോയി എന്നുള്ളത്. പക്ഷെ വൺസ് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫ്ലോയിൽ അങ്ങ് പോവുകയും ചെയ്യും.
ഇപ്പം സോറി എന്ന സിനിമ ഞാൻ കണ്ട സമയത്തല്ലേ എനിക്ക് പല പല ഭാഗത്ത് അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഓഡിഷൻ മാത്രമല്ല, ആ സിനിമ കണ്ടവർക്കറിയാം അത് ശരിക്കും പറഞ്ഞാൽ ട്രോമ എന്നൊക്കെയുള്ളൊരു വേർഡില്ലേ. ഇപ്പം ഇന്നത്തെ കാലത്താണെങ്കിലും ഒരുപാട് പേരൊക്കെ ഈ വേർഡിനെ ആണെങ്കിൽ പോലും ഭയങ്കരമായിട്ട് സില്ലി ആയിട്ട് മാറ്റാറുണ്ട്. ഇപ്പം നമ്മുടെയൊക്കെ ഒരു ഫ്രണ്ട് സർക്കിൾ ഇപ്പോൾ സംസാരിക്കുകയാണെങ്കിൽ പോലും ചെറുതായിട്ടെങ്കിലും നിന്നെ കൊണ്ടത് പറ്റില്ല, അല്ലെങ്കിൽ നിനക്കതിനുള്ള കഴിവില്ല എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് അവരങ്ങ് പോകും. പക്ഷെ അതിനുശേഷം അത് ഹോണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുടെ മനസ്സിലായിരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ സോറി എന്നൊരു സിനിമ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ആരെങ്കിലുമൊക്കെ മെസ്സേജ് അയച്ചോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ അവർക്ക് ഭയങ്കര വിഷമം തോന്നിയെന്നോ? അയച്ചു. ഇത് രണ്ട് സൈഡിൽ നിന്ന് റിലേറ്റ് ചെയ്ത ഒരുപാട് പേരുണ്ട്. ലൈക്ക് ഈ സോറിയിലെ അരവിന്ദിന്റെ ക്യാരക്ടർ ആയിട്ടുള്ള ലൈക്ക് ട്രോമാസിന്റെ ആ ഹുക്ക് ഇതുവരെ വിടാതെ ആ ഹുക്കിൽ പെട്ട് ലൈക്ക് ഇൻസെക്യൂരിറ്റീസും കോൺഫിഡൻസ് ഇല്ലായ്മയൊക്കെ അനുഭവിച്ച് പോകുന്ന ഒരുപാട് പേരുണ്ട് നമുക്ക് ചുറ്റും. സോ അതിൽ കുറച്ച് പേര് എന്നെ കോൺടാക്ട് ചെയ്തു, കുറച്ച് പേരെങ്കിലും എന്നെ കോൺടാക്ട് ചെയ്തു എന്നുള്ളത് ഭയങ്കര ഒരു വലിയ കാര്യമാണ്. ഈ ഫിലിം കണ്ടതുകൊണ്ടാണ് അവരെന്നെ കോൺടാക്ട് ചെയ്തത്. അതുപോലെ തന്നെ ലൈക്ക് ഈ അപ്പോളജൈസ് ചെയ്യാൻ, ലൈക്ക് ഇങ്ങനെയൊക്കെ ആണെന്ന് അറിഞ്ഞിട്ടും അപ്പോളജൈസ് ചെയ്യാൻ മടി കാണിക്കുന്ന അൺഅപ്പോളജറ്റിക് ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളുണ്ട് നമുക്ക് ചുറ്റും. സോ അവരിലും കുറച്ച് പേരെന്നെ കോൺടാക്ട് ചെയ്തു. അവർ പറഞ്ഞു ലൈക്ക് അവർ റിയലൈസ് ചെയ്തു, അവർ അൺഅപ്പോളജറ്റിക് ആണ് എന്നുള്ള കാര്യം റിയലൈസ് ചെയ്തു എന്നുള്ളതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യം. അപ്പോൾ ഈ അരവിന്ദിൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുണ്ട്, രണ്ടുപേരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് നമുക്ക് ചുറ്റുമുണ്ട്, നമ്മുടെ ലോകത്തുണ്ട്. ആ രണ്ടുപേരിലുള്ള കുറേ ആളുകൾ എന്നെ ഫിലിം കണ്ടു കഴിഞ്ഞപ്പം കോൺടാക്റ്റ് ചെയ്തു. അതാണ് ഞാൻ ഭയങ്കര സക്സസ് ആയിട്ട് കാണുന്നത് സോറിയുടെ. കാരണം ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റി. ഞാൻ വിചാരിച്ചില്ല ലൈക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് അറിയാം, പക്ഷെ എന്നാലും ഇത്രയും പേർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ലായിരുന്നു. ഈ സോറി എന്നുള്ള വേർഡൊക്കെ നമ്മുടെ ഡെയിലി ബേസിസിൽ ഇപ്പോൾ ഒരുപാട് ഉപയോഗിക്കുന്നതാണ്. ആരെങ്കിലും തട്ടിക്കഴിഞ്ഞാൽ സോറി, അല്ലെങ്കിൽ ചിലപ്പോൾ സോറി പറയാതെ പോകുന്നവരുണ്ട്. അങ്ങനെ സോറി ഭയങ്കര ഒരു യൂഷ്വൽ ഒരു വേർഡായിരുന്നു. പക്ഷേ ഈ സിനിമ കണ്ടതിന് ശേഷം സോറി എന്നൊരു വേർഡിന് ഇത്രയധികം ഇമ്പോർട്ടൻസ് ഇപ്പോൾ ശരിക്കും റിയൽ ലൈഫിലല്ലേ. പണ്ട് കുട്ടിക്കാലത്തൊക്കെ ഒരുപാട് ബോഡി ഷെയ്മിങ് അല്ലെങ്കിൽ ഒരുപാട് ഇതുപോലത്തെയൊക്കെ ഉണ്ടായിട്ടുണ്ടെന്ന് ആരോമിൽ പറഞ്ഞു. അപ്പം അന്നൊക്കെ ഒരു കുട്ടിയായിരുന്നൊരു സമയം, അതിനുശേഷം ശേഷമുള്ളൊരു സ്ട്രഗ്ലിങ്, ഇപ്പോഴാണെങ്കിലൊക്കെ പോകുന്നൊരു ജേണി ഉണ്ടല്ലോ. ഇതിലൊക്കെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന അല്ലെ കളിയാക്കലൊക്കെ എങ്ങനെയാണ് ആരോമലിന്റെ ജീവിതത്തിലേക്ക് വരുന്നത്? ഒരു പരിധി വരെ അത് മാറ്റാൻ സിനിമയ്ക്ക് പറ്റി എന്നുള്ളത് തന്നെയാണ് കാര്യം. ഒരു പരിധി വരെ ഇപ്പൊ ഈ പറഞ്ഞ കളിയാക്കലുകൾ കേട്ട ആള് തന്നെയാണ് ഞാൻ. എൻ്റെ ശരീരഭാരത്തിന്റെ പേരിലും എൻ്റെ ശരീര വടിവിന്റെ പേരിലും ഒക്കെ, നിറത്തിന്റെ പേരിലും ഓഫ് കോഴ്സ് ഞാൻ കേട്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. കാരണം അതെൻ്റെ ഒരു ബിഗിനിങ് സ്റ്റേജ് ആയിരുന്നു. ഞാൻ ഈ പറയുന്നൊരു 10ലൊക്കെ പഠിക്കുന്ന സമയത്തൊക്കെ വരെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിക്കും വണ്ണമുള്ള ഭയങ്കര കവിളുള്ള ആൾ എൻ്റെ കവിളിലൊക്കെ ആൾ പിടിച്ചൊക്കെ നോക്കിയിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ശരിക്കും സങ്കടം തന്നെ ആയിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത്രയൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. അവർ സോറി പറയണമെന്നുള്ളതൊന്നും നമ്മൾ ചിന്തിക്കുന്നില്ല. ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ പക്വത മാറുന്നതനുസരിച്ചും തെറ്റാണെന്ന് പറയാനുള്ളൊരു ചങ്കൂറ്റം വന്നു കഴിഞ്ഞപ്പോൾ തൊട്ട് നമുക്ക് മനസ്സിലായി അവരെന്നോട് ചെയ്തത് തെറ്റല്ലേ, അവർക്കൊരു സോറി പറയാമായിരുന്നല്ലോ എന്നുള്ളൊരു സംഭവം മനസ്സിലായി. പക്ഷെ ഒരു പരിധിവരെ എൻ്റെ അത്തരം ഇൻസെക്യൂരിറ്റീസിനൊക്കെ സിനിമ മാറ്റി എന്നുള്ളതാണ്. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ഈ ഓഡിഷൻസിന് പോയിക്കൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ അച്ഛൻ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഓഡിഷൻസിന് പോകാനൊക്കെ. അപ്പോൾ ആ സമയത്ത് ഈ ഓഡിഷൻ ചെയ്യുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഞാനൊരു ഓഡിഷൻ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഉടുപ്പ് ഈ ബട്ടൺസ് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വയറിങ്ങനെ കണ്ടു. ആ സമയത്ത് എനിക്ക് ഭയങ്കര ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്ത് ഞാൻ ഇങ്ങനെ അടക്കി പിടിക്കുകയൊക്കെ ചെയ്തു. പക്ഷെ ആ സമയത്തൊക്കെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അതൊന്നും ഒരു വിഷയമേ ആവരുത്, ഒരു നടൻ അങ്ങനെ മറ്റുള്ളവർ പറയുന്നൊന്നും ഒരു വിഷയമേ ആവരുത്, അയാളുടെ കർമ്മം ചെയ്യുക, പോവുക, അത്രേ ഉള്ളൂ. പക്ഷെ ഈ പറഞ്ഞ കാര്യം ഞാൻ എൻ്റെ ലൈഫിൽ വർക്ക്ഔട്ട് എടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പരിധി വരെ എനിക്ക് ഇത്തരം കളിയാക്കലുകൾ എന്നെ ബാധിക്കാറില്ല. അക്ഷയുടെ കാര്യം നോക്കുവാണെങ്കിൽ ഇത് ആക്ച്വലി ഒരു റിസ്ക് കൂടിയാണ്. കാരണം 60 ന്യൂ കമേഴ്സിനെ അതായത് പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ആണെങ്കിൽ എത്ര ബഡ്ജറ്റിലാണ് ഈ സിനിമ തീർന്നത്? ഇത് ഷൂട്ടിംഗ് മാത്രം 90,000 തീർന്നു. ഇത്ര ബഡ്ജറ്റിൽ നമുക്കിത് തീർക്കുകയും വേണം. ഇത്ര അധികം ആർട്ടിസ്റ്റുകളുണ്ട്, എല്ലാം ന്യൂ കമേഴ്സ് ആണ്. അപ്പം റൈറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ഷൻ ഇതൊക്കെ നോക്കുന്ന സമയത്ത് ഏതൊക്കെ രീതിയിലുള്ള സ്ട്രഗിൾസ് ആയിരുന്നു ഇതിന് പിന്നിലുണ്ടായിരുന്നത്? ഈ സ്ട്രഗിൾ കുറച്ച് എളുപ്പമായതിന് കാരണം ഞാനും ഈ പറഞ്ഞ ഒരു ന്യൂ കമ്മർ ആണ് എന്നുള്ളത് കൊണ്ടാണ്. സോ അപ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് മറ്റുള്ളവരുടെ കാര്യത്തിൽ കൺസേൺ ഉണ്ടാവില്ല. നമ്മുടെ ഓരോരുത്തരും അവരവരുടെ വർക്കുകൾ ഓക്കെ ആക്കുക എന്നുള്ളൊരു ചിന്തയായിരിക്കും എല്ലാവർക്കും വരുന്നത്. സോ എനിക്ക് എൻ്റെ വർക്ക് ഓക്കെ ആക്കണം എന്നുള്ളതായിരുന്നു എൻ്റെ ചിന്ത. അതുപോലെ തന്നെ പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്തവർക്ക് അതായിരുന്നു, അവരുടെ വർക്ക് ഓക്കെ ആക്കണം എന്നുള്ള ചിന്ത. എല്ലാ ഫിലിമിലും നമ്മൾ നമ്മുടെ വർക്കായിട്ട് തന്നെ എടുക്കണം. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇത് പുതിയത് അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വർക്ക് എന്നുള്ള ഒരു പരിഗണന എല്ലാവരും അതിന് കൊടുത്തു. അവരുടെയൊക്കെ ഫസ്റ്റ് വർക്ക് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് വർക്ക്, ബെസ്റ്റ് വർക്ക്, അങ്ങനെ അവരെല്ലാം ശ്രമിച്ചു.
സോ അതുകൊണ്ട് എനിക്ക് അത്ര വലിയ സ്ട്രഗിൾസ് ഇല്ലായിരുന്നു. എന്നാലും കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമായിട്ട് ചെയ്യുവാണ്. കാരണം ഇതിനു മുൻപ് നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 3 ദിവസം ഒക്കെ 4 ദിവസം കൊണ്ട് ഷോർട്ട് ഫിലിമിന്റെ ജേർണി തീരും. സോ ആ സ്ട്രക്ചറിൽ തന്നെ നമ്മളൊരു 17 ദിവസത്തോളം നീണ്ടു നിന്ന ഷൂട്ടായിരുന്നു സോറിയുടെ. സോ ആ സ്ട്രക്ചർ നീട്ടുവാണ്. ആ സ്ട്രക്ചർ നീട്ടുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ബഡ്ജറ്റ് കുറച്ച് കൂടും, കുറച്ചുകൂടെ കൺസിസ്റ്റന്റ് ആയിട്ട് എഫോർട്ട് എടുക്കേണ്ടി വരും ആളുകൾ. ലൈക്ക് 3 ദിവസം എടുത്ത എഫോർട്ട് 17 ദിവസം എടുക്കേണ്ടി വരും. സോ അപ്പൊ എനിക്ക് ആദ്യത്തെ എന്റെ കൺസേൺ എന്ന് വെച്ചാൽ ആരെങ്കിലുമൊക്കെ വീണ് പോകുമോ പകുതിക്ക് വെച്ച്, ലൈക്ക് അവർ തളർന്നു പോകുമോ, അവർ റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് മാറുമല്ലോ ലൈക്ക് വീണ് പോയി കഴിഞ്ഞാൽ, ലൈക്ക് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ അവർക്ക് പറ്റാതെയാകുമോ എന്നൊക്കെ ഉള്ളൊരു കാര്യം എന്റെ കൺസേൺ ആയിരുന്നു. പക്ഷെ അതൊന്നും സംഭവിച്ചില്ല. അവസാനം വരെ നമ്മുടെ കൂടെ എല്ലാവരും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പനി വന്നു, അതൊക്കെ വന്നു, നമുക്കൊക്കെ ഏർലി മോർണിംഗ് ഒക്കെ ഷൂട്ട് തീർക്കും. ഇപ്പൊ 6 ദിവസം ഞങ്ങൾക്കൊരു ലൈറ്റ് ഞങ്ങൾ റെന്റ് ചെയ്തതാണ്. ഇപ്പോൾ ഞങ്ങളിപ്പോ രാവിലെ ഒരു 6 മണിക്ക് ഫസ്റ്റ് ഷോട്ട് വെച്ച് കഴിഞ്ഞാൽ അത് തീർക്കുന്നത് അടുത്ത ദിവസം 9 മണിയാവും. ഞങ്ങൾ അങ്ങനെ ഷൂട്ട് തീർത്തിട്ടുണ്ട്. പല സീക്വൻസ്. ഇപ്പൊ മെയിൻ ഒരു ആകാശ് നന്ദൻ എന്ന് പറഞ്ഞ നമ്മുടെ പ്രൊജക്ട് ഡിസൈനറുടെ വീട്ടിലാണ് എന്റെ വീട്. ഇപ്പൊ നിങ്ങൾ കാണുന്ന അരവിന്ദിന്റെ വീട് ആകാശിന്റെ വീടാണ്. തൊട്ടടുത്താണ് അക്ഷയുടെ വീട്. എന്റെ വീട്. ക്രൂ മെമ്പേഴ്സ് എല്ലാവരും അവിടെ അടുത്ത് തന്നെ ഉള്ളവരാ. നമ്മളൊരു രാവിലെ വരുന്നു, തീർക്കുന്നു, എന്നിട്ട് അവിടെ തന്നെയൊക്കെ കിടക്കും. വരുന്നു, പണിയെടുക്കുന്നു, പോകും. ഈ ഇത്രയും വർക്ക് ചെയ്യുന്നിടയ്ക്ക് 1 മണിക്കൂറൊക്കെ നമുക്ക് ചിലപ്പോൾ ഉറങ്ങാനൊക്കെ തരും. അങ്ങനെയാണ് നമ്മൾ ഷൂട്ടും ചെയ്തത്. എന്നാലും പനിയും കാര്യങ്ങളും എല്ലാം വന്നിട്ടും ഈ പറഞ്ഞ ഓരോരുത്തരും അവരവരൊരു പുതുമുഖമാണ്, ഈ സിനിമ നമ്മുടെയാണ് എന്ന രീതിയിൽ തീർത്തുകൊണ്ടാണ് ഇത്രയും ഭംഗിയായിട്ട് നമുക്ക് തീർക്കാൻ പറ്റിയത്. അത് നമ്മുടെ സിനിമയാക്കി മാറ്റിയതുപോലെ തന്നെയല്ലേ. എനിക്ക് തോന്നുന്നു 12ഓളം അവാർഡ്സ്, ഇന്റർനാഷണൽ ഒഫീഷ്യൽ സെലക്ഷൻസ് കിട്ടിയിരുന്നു, അവാർഡ്സ് കിട്ടിയിരുന്നു. ഇപ്പം ടിൽ നൗ എത്ര അവാർഡ്സ് ആണ്? ടോട്ടൽ ഓഫ് ഒരു 10ഓളം അവാർഡ്സ് ഇപ്പൊ കിട്ടിയിട്ടുണ്ട് സോറിക്ക്. ലൈക്ക് അതെല്ലാം ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ നിന്ന് കിട്ടിയ അവാർഡ്സ് ആണ്. ചില 2 കാറ്റഗറിയിലൊക്കെ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് സ്ക്രീൻ പ്ലേക്ക് കിട്ടിയിട്ടുണ്ട്, ഫിലിമിന് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ ലൈക്ക് പല കാറ്റഗറിയിലായിട്ട് മൊത്തം ഒരു 10ഓളം അവാർഡ്സ് നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നിങ്ങൾ ഒരുപാട് പേർക്കൊരു മാതൃകയായിരിക്കുകയാണ്. കാരണം സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ എന്തും തുടങ്ങിയാൽ മാത്രമേ അതിനൊരു റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്ന് നിങ്ങൾ കാണിച്ചു തന്നു. അപ്പം നിങ്ങൾ തുടങ്ങുന്ന ഒരു സമയം ഉണ്ടല്ലോ, അപ്പം സിനിമ പോലൊരു ഇൻഡസ്ട്രി, ഇപ്പോൾ പ്രൊഡക്ഷൻ ക്വാളിറ്റി ഉണ്ട്, അപ്പം നമ്മളൊക്കെ കമ്പയർ ചെയ്യുമല്ലോ. ഇപ്പം അങ്ങനൊരു ഫീൽഡാണ് മൂവി. അപ്പം അതിലേക്കാണ് നമ്മൾ ഇങ്ങനൊരു സിനിമയും കൊണ്ട് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ടെൻഷൻസോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? എനിക്ക് ആക്ച്വലി ഉണ്ടായിരുന്നു, എനിക്കൊരു സംഭവം ഉണ്ടായിരുന്നു. പക്ഷേ ആ ടെൻഷൻ അപ്പം തന്നെ മാറി. കാരണം നമുക്ക് അങ്ങോട്ട് കിടപിടിക്കാൻ പറ്റുന്ന ഒന്നും അല്ല നമ്മുടെ കയ്യിലുള്ളത്. നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ച് ഏറ്റവും ബെസ്റ്റ് ഔട്ട് വരിക എന്നുള്ളതായിരുന്നു നമ്മുടെ ലക്ഷ്യം. അത് നമ്മൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓഫ് കോഴ്സ് ഈ പടത്തിന്റെ ഔട്ട് വരുമ്പോഴത്തേക്കും ചില ആളുകൾ ചിലപ്പോൾ ഇപ്പം നമ്മുടെ അടുത്ത് പറയുന്നുണ്ട് ഇന്നത് ക്വാളിറ്റി പോരാ, പക്ഷെ പടം നല്ലതാണ്. ആക്ച്വലി അതായിരുന്നു നമുക്ക് വേണ്ടത്. നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ബഡ്ജറ്റും ലിമിറ്റഡ് എക്യുപ്മെന്റ്സും വെച്ച് അതിന്റെ മാക്സിമം ഔട്ട്, അതായിരുന്നു നമ്മുടെ ലക്ഷ്യം. ഓഫ് കോഴ്സ് ഉണ്ടാവുമല്ലോ. ഇപ്പോൾ ഇത്രയും വലിയൊരു ഇൻഡസ്ട്രി, ഡേ ടു ഡേ വളർന്നുകൊണ്ടിരിക്കുന്ന, ഡേ ടു ഡേ വലിയ സിനിമകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രിയിലേക്ക് നമ്മൾ ഈ ഒരു സിനിമയായിട്ട് വരുമ്പോഴത്തേക്കും ഓഫ് കോഴ്സ് ആളുകൾ അതിനെപ്പറ്റി ഒരു കമ്പാരിസൺ നടത്തും. പക്ഷെ നമ്മുടെ ബഡ്ജറ്റ് നമുക്കത് നോക്കാം, അതെടുക്കുക, നെക്സ്റ്റ് പടത്തിൽ അത് മാറ്റുക എന്നുള്ളതേ ഉള്ളൂ. കമ്പയർ ചെയ്യാനായിട്ട് നമ്മളായിട്ട് കമ്പയർ ചെയ്തിട്ടില്ല. കാരണം കമ്പയർ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് നടക്കൂലായിരുന്നു, ഈ ഒരു ജേർണി തുടങ്ങുക പോലും ഇല്ലായിരുന്നു. സോ അതിനുശേഷം ആളുകൾക്ക് കമ്പയർ ചെയ്യാം, അത് അവർക്ക് എല്ലാവിധ റൈറ്റും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മളായിട്ട് കമ്പയർ ചെയ്തില്ല. സോറിയെ വേറൊരു ഫിലിം പോലെ ആക്കാനോ അല്ലെങ്കിൽ വേറൊരു ഫിലിമിന്റെ അതേ ക്വാളിറ്റി സോറിക്ക് കൊണ്ടുവരാനോ നമ്മൾ ശ്രമിച്ചിട്ടില്ല. സോറി യുണീക്കാണ്, അതെന്നും അങ്ങനെയായിരിക്കും. ഇപ്പൊ അടുത്തത് നമ്മൾ ചെയ്യുന്ന ഒരു പടം സോറി പോലെ ഇരിക്കില്ല, എന്തായാലും അത് വേറെ ഡിസ്റ്റിങ്ക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഉള്ള ബാക്കി സിനിമകളും. സോ അതുകൊണ്ട് ഒന്ന് വെച്ചും സോറിയുടെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട് വെച്ചും വേറെ ഒരു സിനിമയുടെ ടെക്നിക്കൽ ആസ്പെക്റ്റിനെ നമ്മൾ കമ്പയർ ചെയ്തിട്ടില്ല. ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ അതിലേക്ക് വെച്ച് നമുക്ക് ഈ പറഞ്ഞ ഇൻഹിബിഷൻസ്, അരവിന്ദനുണ്ടായിരുന്ന പോലത്തെ ഇൻഹിബിഷൻസ് നമുക്കും ചിലപ്പോൾ ഉണ്ടായേനെ. സോ അവരായിട്ട് കമ്പയർ ചെയ്തിരുന്നെങ്കിൽ, ലൈക്ക് സ്റ്റീരിയോടിപ്പിക്കൽ ആയിട്ടുള്ള സിനിമയുടെ ഒരു ആസ്പെക്ടിനെ വെച്ച് കമ്പയർ ചെയ്തിരുന്നെങ്കിൽ. പക്ഷേ സോറി ഇറങ്ങിയതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരുപാട് ഫിലിം റിവ്യൂസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും സോറിനെ പറ്റി സംസാരിച്ചു തുടങ്ങി. അത് തന്നെ വലിയൊരു വിജയമാണ്. ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്ന് ആരെങ്കിലും ഒക്കെ ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്ത് സംസാരിച്ചിരുന്നോ? വിളിച്ചിട്ടുണ്ട്, ഒരുപാട് ആളുകൾ വിളി. പിന്നെ അവരൊക്കെ ഈ പടത്തിന്റെ തുടപ്പ് പ്രശാന്ത് അലക്സാണ്ടർ എന്ന് പറഞ്ഞ, രാജേഷ് മാധവൻ, അങ്ങനത്തെ കുറച്ച് ആക്ടേഴ്സൊക്കെ നമുക്ക് അറിയാവുന്ന ആളുകളാണ്. അപ്പൊ അവർക്കൊക്കെ ഒരു എപ്പോഴും നമ്മുടെ സിനിമയെ പറ്റി ഈ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനത്തെ ആളുകളൊക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ തിരക്കുന്ന ആളുകൾ, എപ്പോഴും നമ്മൾ തിരക്കി നമുക്ക് നല്ല ഉപദേശങ്ങളൊക്കെ നൽകുന്ന ആളുകളായിരുന്നു. ഞാൻ ആദ്യമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന ഒരു പടം ലിമിറ്റഡ് ബഡ്ജറ്റ് ആണെന്നുണ്ടും പ്രശാന്ത് അലക്സാണ്ടറിന് ഭയങ്കര കൺസേൺ ആയിരുന്നു. അയാൾ 2 ദിവസം കൂടുമ്പോൾ എന്നെ വിളിക്കും, എന്തെങ്കിലും ഞാൻ ചെയ്യേണ്ടതായിട്ടുണ്ടോ, കുഴപ്പമെന്തെങ്കിലും ഉണ്ടോ, അത്ര കൺസേൺ ആയിട്ടുള്ള ആളാണ്. ഓഫ് കോഴ്സ് രാജേഷ് ഏട്ടൻ കേട്ടോ. ഒരുപാട് ഈ 2 പേരുടെ പേരുകൾ നമ്മൾ പറയണം. കാരണം അവർക്കറിയാം ഈ സിനിമ തീർക്കാൻ കാലിബറുള്ള ആളുകളാണ്. പക്ഷെ എന്നാലും
ഒരു കൺസേൺ ഉണ്ടാവുമല്ലോ. ഈ ഒരു ഇത്രയും രൂപ 90,000 രൂപ എന്ന് പറയുന്ന ഒരു വലിയ എമൗണ്ട് തന്നെയാണ്. അപ്പോൾ പ്രശാന്ത് ചേട്ടനും ഒരാഴ്ച കൊണ്ടൊക്കെ എപ്പോഴും ചോദിക്കുമായിരുന്നു ഇതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എല്ലാവരും നോക്കിയിട്ടുണ്ടെന്ന് ഇവർക്ക് പരിപാടികൾ അറിയാം. ഇത് ക്ലൈമാക്സ് എത്തിയോ അതിന്റെ കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചത്. പക്ഷെ എല്ലാം ഭംഗിയായിട്ട് തന്നെ വന്നു. ആളുകൾക്ക് പരിപാടികൾ ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പടം കണ്ട് ആളുകൾക്ക് റെസ്പോൺസ് വരുന്നുണ്ട്. അത് തന്നെയല്ലേ സന്തോഷം. ആരെങ്കിലും അതുപോലെ തന്നെയല്ലേ ഇപ്പൊ സിനിമ മോഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പം ആക്ടിങ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇങ്ങനെ ന്യൂ കമേഴ്സ് ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഡെയിലി ഒരുപാട് ഓഡീഷൻസ് ആണെങ്കിലും ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഇപ്പം നമ്മൾ മൂവീസിലൊക്കെ കണ്ടിട്ടുള്ളൂ. ഇപ്പോൾ ബെസ്റ്റ് ആക്ടറിലാണെങ്കിലും മമ്മൂക്ക ചെയ്തൊരു റോള്, അല്ലെങ്കിൽ കട്ടപ്പന ഋതിക് റോഷനകത്തും നമ്മൾ അങ്ങനെ ഒരു ഈ സ്ട്രഗിളിനെ പറ്റിയിട്ട് നമ്മൾ ഫിലിംസിലെ കണ്ടിട്ടുള്ളൂ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ന്യൂ കമറിന് സിനിമ എന്ന് പറയുന്നത് അത്ര വലിയ കയറാൻ പറ്റാത്തൊരു ഏരിയ ആണോ? ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ പലരും പറഞ്ഞ്, ഞാൻ പേരെടുത്ത് പറയുന്നില്ല, പലരും പറഞ്ഞു കേൾക്കുന്നുണ്ട് കുറച്ചുകൂടെ ഈസിയാണ് സിനിമയിലേക്ക് വരാൻ, നിങ്ങൾക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള റീൽ ചെയ്താൽ മതി, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പണ്ട് ടിക്ടോക്ക് ആയിരുന്നു, ഇപ്പൊ റീൽ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. പക്ഷേ മേ ബി നിങ്ങൾക്കൊരു അവസരം കിട്ടിയേക്കും, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ഒരു സിനിമയിൽ ഒരു അവസരം കിട്ടിയേക്കും. പക്ഷെ ഈ അവസരം കിട്ടുക എന്നുള്ളതല്ല അതിന്റെ കാര്യം. ഈ കിട്ടിയ സ്ഥാനം നിലനിർത്തുക എന്നുള്ളതാണ് കാര്യം. കൺസിസ്റ്റന്റ് ആയിട്ട് സിനിമകൾ വരിക, അത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ഓഡിഷൻസ് ഒരു പരിധി വരെ വർക്കാവുന്ന ആളുകളുണ്ട്. പക്ഷെ എന്നാലും ഇപ്പോഴും സിനിമയിൽ വരിക എന്നുള്ളത് പാട് തന്നെയാണ്. എത്ര പേർക്കത് പറ്റുന്നുണ്ടോ എന്നുള്ള അറിയില്ല. ഇപ്പൊ പുതുമുഖങ്ങൾ, നമുക്ക് അതിനുള്ളൊരു കാര്യം, നമ്മൾ ചിന്തിച്ച കാര്യം ഇറങ്ങി തിരിച്ച് ചെയ്യുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇങ്ങനെ ഇറങ്ങി തിരിച്ചിട്ടും എത്തിപ്പെടാത്ത ആളുകളുണ്ട്. മനസ്സിലായി, എത്തിപ്പെടാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ ഈ പെട്ടെന്ന് അവസരം കിട്ടുക എന്നുള്ളത് ഇപ്പോഴും എനിക്ക് തോന്നുന്നില്ല. സിനിമ എന്ന് പറയുന്നത് ഒരു ബാലികേറാൻ വില തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ അത് ഒരു ബാലികേറാൻ വില തന്നെയാണ്. ഒരു ആക്ടിങ് സൈഡിൽ, ഡയറക്ഷൻ സൈഡിൽ ഇപ്പോൾ എഴുതുന്നൊരു പരിപാടി, അത് അതെങ്ങനെയാണ് നിനക്ക് തോന്നുന്നു? ആക്ച്വലി ലൈക്ക് സിനിമ ആരുടെ മോണോപോളി അല്ല. സോ നമുക്ക് ആർക്ക് വേണമെങ്കിലും സിനിമ ഉണ്ടാക്കാം. പക്ഷെ ഈ പറഞ്ഞാൽ നമ്മൾ സോക്കോൾഡ് മെയിൻ സ്ട്രീം സിനിമയിലേക്ക് കയറുക, അതിലൊറ്റ ഒരാളായിട്ട് ചെന്ന് അതിലേക്ക് ഒരു എൻട്രി കിട്ടുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര പാടുള്ള കാര്യമാണ് ഈ പറഞ്ഞ പോലെ തന്നെ. പക്ഷെ നമുക്ക് കൂട്ടായ്മകൾ ഉണ്ടെങ്കിൽ, നല്ല കണ്ടന്റുകൾ ഉണ്ടെങ്കിൽ അത് സ്വീകരിക്കപ്പെടാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് നമുക്ക് എത്തിക്കാൻ പറ്റണം, എത്തിക്കേണ്ട അടുത്തേക്ക്. സോ അതിന്റെ ഒരു സ്ട്രഗിൾ എപ്പോഴും ഉണ്ടാവും. ലൈക്ക് എനിക്ക് മാത്രമായിരിക്കില്ല നല്ല കണ്ടന്റ് കിട്ടുന്ന ഒരുപാട് തലകൾ നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷെ അതിൽ നിന്ന് ഒരു കണ്ടന്റ് പിച്ചാകുകയും മറ്റു കണ്ടന്റ് പിച്ചാകാതിരിക്കുകയും ചെയ്യുന്നതിന് കാരണം ആ ഇറങ്ങിത്തിരിക്കലിന്റെയും ആ കണ്ടന്റ് കൊണ്ട് ആളുകൾ എത്ര ദൂരം സഞ്ചരിച്ചു എന്നുള്ളതിന്റെയൊക്കെ ആ ഒരു മെഷർമെന്റ് പോലെ ഇരിക്കും. സോ ഇറങ്ങിത്തിരിക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്തും. പക്ഷെ എന്നെത്തും എന്ന് നമുക്കൊരു ടൈം പറയാൻ പറ്റില്ല. അത് പ്രത്യേകിച്ച് ഈ ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകത. ഇത്രയും വർഷത്തിനുള്ളിൽ ഞാൻ സിനിമ ചെയ്യും എന്ന് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഞാൻ ഇന്ന് ചെയ്യും, ചിലപ്പോൾ ഇത്രയും വർഷം കഴിഞ്ഞേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ ഈ സിനിമയ്ക്കകത്താണെങ്കിലും ആരോമലിന് അഭിനയിക്കാനായിട്ട് വലിയൊരു സ്പേസ് ആയിരുന്നു. കാരണം ത്രൂ ഔട്ട് ചെയ്യാൻ പറ്റും. അഭിനയ സാധ്യത വളരെ ഉള്ളൊരു കണ്ടന്റും അത് അത്രയധികം വലിയ രീതിയിൽ തന്നെ ആരോമൽ കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആസ് എ ഡയറക്ടർ ഞാൻ ചോദിക്കുകയാണ്, ഇതിനൊരു അവാർഡൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നില്ലേ? തീർച്ചയായും ഉണ്ട്. അവാർഡൊക്കെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. തീർച്ചയായും ആൾക്ക് ഇപ്പോഴേ കത്തി. ആക്ച്വലി നേരത്തെ ഈ അരവിന്ദ് ബാബു എന്ന്, ആരോമലിന്റെ ക്യാരക്ടറിന്റെ പേര് അരവിന്ദ് ബാബു എന്നാണല്ലോ. അപ്പൊ അരവിന്ദ് ബാബു എന്ന ക്യാരക്ടറിനെ സ്കെച്ച് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ആ ക്യാരക്ടർ ഉണ്ടാക്കിയ സമയത്ത് അതിൽ ഒരുപാട് ആരോമലിന്റെ റിയൽ ലൈഫ് എലമെന്റ്സ് ഉണ്ട്. ആരോമലിനെ പോലെ ആക്ടിങ് പെർസ്യൂ ചെയ്യുന്ന ഒരുപാട് ഓഡീഷൻസ് നടക്കുന്ന, ഒരുപാട് പറ്റിക്കപ്പെട്ടിട്ടുള്ള, അല്ലെങ്കിൽ ചാൻസസ് ലൈക്ക് കിട്ടും എന്ന് വിചാരിച്ച് കിട്ടാതെ പോയിട്ടുള്ള, ബോഡി ഷേമിങ്ങിന്റെ പേരിൽ ഇൻഹിബിഷൻസ് ഉണ്ടായിട്ടുള്ള, കളിയാക്കലിൽ പെട്ടുപോയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അതിലൊരു റെപ്രസെൻറ്റേറ്റീവ് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും അടുത്ത അറിയാവുന്ന ആളെന്ന രീതിയിൽ ആരോമൽ തന്നെയാണ്. അപ്പോൾ ആ അരവിന്ദിന്റെ ക്യാരക്ടറിലേക്ക് എത്തുമ്പോഴത്തേക്ക് എനിക്ക് ആരോമലിനെ അവിടെ പ്ലേസ് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരുന്നു. ഭയങ്കര ഈസി ആയിട്ട് ആരോമലിനെ എനിക്ക് അവിടെ പ്ലേസ് ചെയ്യാൻ പറ്റി. പിന്നെ അരവിന്ദും ആരോമലിന്റെ ക്യാരക്ടറും തമ്മിലുള്ളൊരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ, ആരോമൽ കുറച്ചുകൂടി എക്സ്ട്രോവേർട്ടാണ്, അരവിന്ദ് കുറച്ചുകൂടി ഇൻട്രോവേർട്ടാണ്. ലൈക്ക് ഫിലിമിലെ ക്യാരക്ടർ കുറച്ചുകൂടി ഇൻട്രോവേർട്ട്, അത് മാത്രമേ ഉള്ളൂ. പക്ഷേ അത് ആക്ടർ അത് ഈസി ആയിട്ട് ആരോമലിന് ഫുൾ ഓഫ് ചെയ്യാൻ പറ്റും. റിയൽ ലൈഫിൽ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആരോമലിന് റിയലിലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അരവിന്ദിനെ അഭിനയിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പാടൊന്നുമില്ലായിരുന്നു. സോ അത് അവൻ്റെതായിട്ടുള്ള അവൻ നേടിയെടുത്ത ആക്ടിങ് സ്കില്ലാണ്. ലൈക്ക് അത് എക്സ്പീരിയൻസ് തന്നെ ഉണ്ടായതാണ്. സോ അതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. എനിക്ക് എന്താണ് വേണ്ടത് അത് ഈസി ആയിട്ട് എനിക്ക് കിട്ടി എന്നുള്ളതാണ്. പടമല്ലേ കിട്ടിയുള്ളൂ. അതില് ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ എടുത്ത് അടിക്കാൻ പറ്റിയ ഒരു പടം ഇതാണ് കിട്ടിയത്. ഇത് കഴിഞ്ഞ് കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊന്നും ഈ കിട്ടിയ സമയത്തൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല.
ഇത് കഴിഞ്ഞ് ഇത് മാർക്കറ്റ് ചെയ്യുക, ഇത് പ്രോപ്പർ ലെവലിലേക്ക് എത്തിക്കുക എന്നുള്ളതൊന്നും ഞാൻ ആ സമയത്ത് ചിന്തിച്ചിട്ടില്ല. ഈ സാധനം കിട്ടിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. ഇത് ഏറ്റവും മികച്ച രീതിയിൽ ഈ പറഞ്ഞ ഞാൻ എല്ലാവരോടും ചിരിച്ചും കളിച്ചും സംസാരിക്കുന്ന ഒരാളാണ്. ബേസിക്കലി എനിക്ക് ഒരുപാട് ആളുകളോട് എനിക്ക് സംസാരിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ പക്ഷെ ഈ സംസാരിക്കാത്ത ആളെ പോലെ അഭിനയിക്കുമ്പോൾ അത് ഭയങ്കര പക്ഷെ ആ പാട് തോന്നിയില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ഭയങ്കര ഈസി ആയിട്ട് അവൻ ഹാൻഡിൽ ചെയ്തു. പക്ഷെ അവനറിയാം അത് പാടാണെന്ന്, പക്ഷെ നമുക്ക് ആർക്കും തോന്നുന്നില്ല, കാരണം അത്ര ഈസി ആയിട്ടാണ് അവനത് പുൾ ഓഫ് ഇപ്പൊ പറഞ്ഞപ്പോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. കാരണം ഇപ്പൊ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പം അങ്ങനെയൊക്കെ ഉള്ളവരോട് പെർട്ടിക്കുലർ മൊമെന്റിൽ ഇപ്പം ഇങ്ങനെ സംസാരിക്കരുത് അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ബിഹേവ് ചെയ്യുന്ന ഈ സൊസൈറ്റി പറയുന്ന കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നമ്മളൊക്കെ പല രീതിയിലും അതൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ അവരോട് സംസാരിക്കരുത്, ഇവരോട് സംസാരിക്കരുത്, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടാണ് എക്സ്ട്രോവേർട്ടാണ്, നിനക്ക് നീ തടിയനല്ലേ, അല്ലെങ്കിൽ നിനക്ക് തടിയില്ലല്ലോ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ആൾക്കാർ പറയുന്നതാണ് നമ്മുടെ കുറ്റവും കുറവായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ അഭിനയിച്ചപ്പം അഭിനയിക്കുവാണെന്നും ഡയറക്ടർ പറഞ്ഞു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർ റിയൽ ലൈഫിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒറിജിനൽ പേഴ്സണാലിറ്റി അവർക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റണില്ല, കാരണം സൊസൈറ്റി ഡിസൈഡ് ചെയ്യുന്നത് അങ്ങനെയാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത്? കാരണം നിങ്ങൾ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്തവരാണ്. അല്ല, കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് അത് പാടാണ്. കാരണം കംഫർട്ട് സോൺ എന്ന് പറയുന്ന ഏരിയ, അവിടെ നമുക്ക് ഈ പറഞ്ഞ കംഫർട്ട് ഉണ്ടാവും, പക്ഷെ അവിടെ ഗ്രോത്തോ പ്രോസസ്സോ ഉണ്ടാകില്ല. സോ നമുക്ക് വളരണമെങ്കിൽ നമ്മൾ ആക്ച്വലി കംഫർട്ട് സോണിന്റെ പുറത്തേക്ക് ഇറങ്ങുക തന്നെ വേണം. ഇപ്പം നമ്മുടെ വീടാണ് കംഫർട്ട് സോൺ എങ്കിൽ ആ വീട്ടിൽ നമുക്ക് സുഖവും സൗകര്യവും ഒക്കെ ഉണ്ടാകും, പക്ഷെ നമുക്ക് വളർച്ച ചിലപ്പോൾ ഉണ്ടാകുന്നില്ല. വീട് വിട്ട് ഇറങ്ങിയാലായിരിക്കും ചിലപ്പോൾ വളർച്ച ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് കംഫർട്ട് സോൺ. സോ ഇറങ്ങുക എന്നുള്ളതാണ്, ലൈക്ക് ബ്രേക്ക് ത്രൂ ചെയ്ത് ഇറങ്ങുക എന്നുള്ളതാണ് അവരോട് പറയാനുള്ളത്. അത് ഭയങ്കര എളുപ്പമല്ല, ഈ പറയുന്ന അത്ര പാടാണ്. ബട്ട് ഇറങ്ങിയാലായിരിക്കും പ്രോഗ്രസ് ഉണ്ടാകുന്നത്, നമ്മൾ നമ്മളായിട്ടിരിക്കാൻ പോകുന്നത്, നമ്മുടെ ഐഡന്റിറ്റി നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ നമ്മൾ വേറൊരാളുടെ അല്ലെങ്കിൽ ഇല്ലാത്തൊരാളുടെ അല്ലെങ്കിൽ ഒരു ഫേക്ക് ഐഡന്റിറ്റിയിലായിരിക്കും നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ നമ്മുടെ സ്വന്തം ഐഡന്റിറ്റി നമുക്ക് വേണമെങ്കിൽ ആ കംഫർട്ട് സോൺ ബ്രേക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ഇതിലൊക്കെ അകപ്പെട്ടിരിക്കുന്നവർക്കൊരു മെസ്സേജ് കൂടിയാണ് സോറി എന്ന മൂവി. ഈ മൂവി നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ നാളെ ഒരു സോറി പറയേണ്ടി വരും അല്ലേ? അപ്പം ഇനി എന്താണ് അടുത്ത പ്രൊജക്ടിന്റെ എന്തെങ്കിലുമൊക്കെ പ്ലാനിലാണോ? എങ്ങനെയാണ്? എഴുത്തിലാണ്, ഏകദേശം കഴിഞ്ഞു. ഉടനെ അതുമായിട്ട് ഇറങ്ങണം, തിയേറ്ററുകളിലേക്ക് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നു. അതെ, അത് തന്നെയാണ് ആഗ്രഹം. മെയിൻ സ്ട്രീമിൽ സംസാരിക്കണം, നമ്മുടെ രാഷ്ട്രീയം നമ്മൾ മെയിൻ സ്ട്രീമിൽ തന്നെ സംസാരിക്കണം എന്ന് തന്നെയാണ് ആഗ്രഹം. ഞങ്ങൾക്ക് എന്താണ് എക്സ്ട്രാ ഒരു സന്തോഷമുണ്ട്, കാരണം നമ്മുടെ സൈന പ്ലേ OTT-യിൽ ഇപ്പം സോറി എന്ന മൂവി കാണാൻ പറ്റുന്നതാണ്. അപ്പം എന്തായാലും ഒരുപാട് സന്തോഷം നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചു. താങ്ക്സ് സൈനയോട് ഞങ്ങൾക്ക് പറയാനുണ്ട്. കാരണം ഇത്ര ലിമിറ്റഡ് ബഡ്ജറ്റിൽ ചെയ്യുന്നത് വേണമെങ്കിൽ ഈസി ആയിട്ട് സൈനയ്ക്ക് ഞങ്ങളെ മാറ്റി നിർത്താമായിരുന്നു നമ്മൾ. പക്ഷെ അവരത് ചെയ്തില്ല. അവർ പടം കണ്ടിട്ട് വർക്കായിട്ട് അവർ വിളിച്ചു, നെക്സ്റ്റ് ഡേ അവർ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു സൈനയ്ക്ക് ഒരു ബിഗ് താങ്ക്സ് തന്നെ പറയുകയാണ്. കാരണം ഞങ്ങൾക്ക് അത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് കിട്ടിയത്. ഇന്ന് ഞങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിൽ സൈന OTT-യിൽ ഈ പടം കണ്ടിട്ട് ആളുകൾ ഇത്രയും പേര് റെസ്പോൺസ് തരുന്നതിന് ഇസ് ബിക്കോസ് ഓഫ് പടം നല്ലതാണ്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി ഇത് സൈനയിൽ വന്നു എന്നുള്ളതാണ്. ഇത്രയും ലെഗസി ഉള്ള ടീം നമ്മളെ, അത് ഒരുപാട് സന്തോഷം. അപ്പോൾ താങ്ക്സ് ടു സൈന. ഇനി ഇതുപോലെ നിങ്ങളുടെ ഒരുപാട് സിനിമകൾ ഞങ്ങൾക്കും ഞങ്ങളുടെ OTT-യിലൂടെ എല്ലാവരെയും കാണിക്കാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.